വായിക്കാൻ ഏറ്റവും പ്രചോദനം ഉണ്ടാകുന്നത് എന്ന് സർഗ സാഹിത്യത്തിൽ അതിന്റെ സർജനത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ പറയുമ്പോൾ അത് നിഷേധിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഈ സഞ്ജീവിന്റെ കൃതി പോലുള്ള കൃതികൾ കാണുമ്പോൾ ശക്തിയുള്ളവർക്ക് മാധ്യമം എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമല്ല എന്നത് അത്ര നമ്മുടെ ഭാരതീയ ഭാഷകളിൽ വാസ്തവത്തിൽ അന്താരാഷ്ട്ര പ്രശസ്തി ലഭിക്കുന്ന എത്രയോ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പ്രാദേശിക ഭാഷകളിലാണ്. 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ആർക്കും ഈ സാഹിത്യത്തിന്റെ വിഭാഗത്തിലൊന്നും നോബൽ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുകയുണ്ടായില്ല. ഒരു ദശാബ്ദം, ഒരു ശതാബ്ദം അതുകൊണ്ട് ഇന്ത്യക്കാര് കഴിവുള്ളവര് ഞാൻ ശക്തി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഭാരതീയ സാഹിത്യ നിരൂപകർ ഉപയോഗിച്ച അർത്ഥത്തിലാണ് കേട്ടോ. സഹജമായുള്ള പ്രതിഭ, ഉള്ളിൽ നിന്ന് ഉറന്നു വരുന്ന പ്രതിഭ ഉള്ളവര് അവരുടെ മാധ്യമമായിട്ട് വിദേശ ഭാഷ തെരഞ്ഞെടുക്കാനും ആ വിദേശ ഭാഷയിൽ വിദേശീയർ എഴുതുന്നത് പോലെ തന്നെ എഴുതാനും കഴിവുള്ളവരായാലും അത് കൂടുതൽ എളുപ്പമാണ് അന്താരാഷ്ട്ര അംഗീകാരം. സന്ദീപിന്റെ കവിതയിൽ വളരെയധികം ഈ സ്പാർസ് അന്താരാഷ്ട്ര നിലവാരമുള്ള കവിതകളിലൊക്കെ കാണുന്നതിനേക്കാൾ ഒരുപടി മേലെയുള്ള സ്പാർസ് ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ട് ധൈര്യപൂർവ്വം പറയാണ്. സന്ദീപിന്റെ ഈ കൃതികൾ രണ്ടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട്. മുമ്പിലത്തെ പുസ്തകവും വായിച്ചിട്ടുണ്ട്, ഇതും വായിച്ചു. 10 ദിവസം തീരെ കിടപ്പായതുകൊണ്ട് ഇത് വേണ്ടത്ര ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റിയില്ല. എങ്കിലും അത് പിന്നെ ഒരു കവിത വായിച്ചാൽ മതി ഒരാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. റൊമാൻറ്റിക് കവികളില് ഇത് ഇപ്പാടുകൾ എഴുതുന്ന റൊമാൻറ്റിക് കവിതയൊന്നും അല്ലല്ലോ. പക്ഷെ റൊമാൻറ്റിക് കവികളില് പലരും ആവിഷ്കരിച്ച സർവഭൂത ഹൃദയത്വം എന്നൊരു ധർമ്മം ഉണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഷെല്ലിക്ക്, വേഴ്സ്വർത്തിന്, ബ്ലേക്കിന്, പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനും അത്തരത്തിലുള്ള ഒരു പ്രത്യേക സിദ്ധി ഉണ്ടാകും. അത് സർവഭൂത ഹൃദയത്വം എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തില് ഒരു ഭാരതീയമായ ആശയമാണ്. മഹാഭാഗവതത്തില് തുടക്കത്തിലൊരു ശ്ലോകമുണ്ട്. യം പ്രപഞ്ചന്തം അനുവേദം വേദകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഭാവം പുത്രേതി തന്മയതയ തരോഭിനേതു തം സർവഭൂതഹൃദയം മുനി മാനവസ്മി. സുഖബ്രഹ്മശ്രീ പറ്റിയാണ്. പുത്രൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് സന്യസിക്കാൻ പുറപ്പെട്ടു. അച്ഛൻ വ്യാസനെ പോലുള്ള ആളുകൾ അങ്ങനത്തെ ഋഷകന്മാരാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് കൂടി ആ ഒരു കാതരത അനുഭവപ്പെട്ടു. പുത്രേതി തന്മയതയ തരോഭിനേതു. മകനെ പുത്ര എന്നങ്ങനെ കൂട്ടി വിളിച്ചപ്പോ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ് ഭാഗവതത്തിലുള്ളത്. ഉടനെ കാട്ടിലെ മരങ്ങളൊക്കെ വിളിയൊഴിച്ചു. പുത്ര എന്ന് വ്യാസൻ വിളിച്ചപ്പോ കാട്ടിലെ മരങ്ങൾ വിളിയൊഴിച്ചു. ഈ മരങ്ങൾ വിളി കേൾക്കുക എന്നുള്ളൊരു ആശയമുണ്ടല്ലോ. ആ മരങ്ങൾ വിളി കേൾക്കുക എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ അങ്ങക്ക് മക്കളായിട്ട് എന്ന് ചോദിക്കുന്നത് പോലെയാണ് അവർ വിളി കേൾക്കുന്നത്. അപ്പൊ ആ മരങ്ങൾക്ക് ആ മനുഷ്യന്റെ ഹൃദയം അഥവാ പ്രപഞ്ചത്തിലുള്ള സർവത്തിലും ഈ മാനുഷ ഹൃദയം കാണുക എന്നുള്ളത് അതൊരു ഭാരതീയമായ ഒരു സിദ്ധിയാണ്. അത് അധിക പ്രാചീന കാലത്തെ ഭാരതീയർക്ക് ഉണ്ടായിട്ടുള്ള ഒരു സിദ്ധിയാണ്. അത് വൈദിക കാലം മുതൽക്ക് വൈദിക കവികൾക്ക് മുതൽക്കുള്ള ഒരു സിദ്ധിയാണ് ഈ സർവഭൂത. ആ സിദ്ധി ഇംഗ്ലീഷ് കവിതയിൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചിടത്തോളം ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് കവികളിൽ ഷെല്ലി, വേർഡ്സ്വർത്ത്, ബ്ലേക്ക് ഇങ്ങനെയുള്ളവരിലാണ് കണ്ടിട്ടുള്ളത്. ടു സീ എ വേൾഡ് ഇൻ എ ഫ്ലവർ and to see a world in a grain of sand and heaven in a flower, infinity in the palm of your hand, eternity in an hour. ഇങ്ങനെ ബ്ലേക്ക് ഒരു പൂവില് ഒരു സ്വർഗം കാണുക, ഒരു ചെറിയ മൺതരിയിൽ ഒരു ഭൂമി കാണുക, പിന്നെ നിങ്ങളുടെ കൈപ്പടത്തില് ഇൻഫിനിറ്റി അനന്തത കാണുക, പിന്നെ ഒരു സമയത്തിന്റെ ഒരു ശകലത്തില് എറ്റേണിറ്റി കാണുക. അങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങളുണ്ടല്ലോ. ആ സങ്കല്പത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഷെല്ലി
അദ്ദേഹത്തിന്റെ എഡോണെ എന്ന് വരായിട്ടുള്ള കവിതയിൽ that light whose smile kindles the universe, that beauty in which all things work and move, that benediction which the eclipsing cloud of birth can quench not, that sustaining love which the web of life, the web of life പറഞ്ഞിട്ട് woven by men and beast and earth and air and sea, the web of life woven by men and beast and earth and air and sea, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ലൈഫ് എന്നിവരായിട്ടുള്ള ആ പ്രതിഭാസം ഇത് നെയ്തെടുത്തത് ഇവരൊക്കെ കൂടിയാണ്. മെൻ ആൻഡ് ബീസ്റ്റ്, എർത്ത് ആൻഡ് എയർ ആൻഡ് സീ. അങ്ങനെ ആ ഒരു ശക്തി ഇപ്പോൾ എന്നിൽ പ്രതിഭാസിക്കുന്നു. അത് കൺസ്യൂമിങ് ദി ക്ലൗഡ്സ് ഓഫ് മോർട്ടലിറ്റി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള ആ ശരീര സങ്കല്പത്തിൽ ഈ നാവ് സങ്കല്പിക്കുക. അത് ഈ സർവഭൂത ഹൃദയത്വം ഉണ്ടായിട്ടുള്ള പാരസീക കവിയുള്ള ഒരാളാണ് ഓമർ ഖയ്യാം. ഇതിൽ നിന്നും രാഷ്ട്രീയമായ ഭൂസ്ഥിതിപരമായിട്ടുള്ള അതിർവരമ്പൊന്നുമില്ല. മനുഷ്യന് വിശ്വത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ അപ്പോഴാണ് കവികളാവുന്നത്. അങ്ങനെയുള്ള കവികൾ ഇങ്ങനെ ഏത് വസ്തുവിലും മനുഷ്യനെ ലോകത്തെ കവികളെ സംബന്ധിച്ചിടത്തോളം വെജിറ്റബിൾ എന്നോ മണ്ണെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഒന്നുമില്ല, എല്ലാം മനുഷ്യര് തന്നെയാണ്. സകലത്തിലെ മനുഷ്യരുടെ ചൈതന്യം കവികൾ കാണുന്നു. അദ്ദേഹം ഫെർമരത്തിലും ഏത് പാമ്പിലും മനുഷ്യനെ കാണാനുള്ള കഴിവ് അത് ജർമ്മൻ കവി ഹെയ്നെക്കും വേർഡ്സ്വർത്തിനും ഷെല്ലിക്കും ബ്ലേക്കിനും ടാഗോറിനും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപിനുമുണ്ട്. സന്ദീപിന് എല്ലാ സിദ്ധികളും ഞാൻ ആശംസിക്കുകയാണ്. ഇൻക്ലൂഡിങ് യാതൊരു ശങ്കയും കൂടാതെ ഞാൻ പറയുകയാണ്, നൊബേൽ സമ്മാനം തന്നെ സന്ദീപിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് കേടുള്ളൂ. നമുക്ക് വയസ്സായി കുറച്ച് കൊല്ലങ്ങൾക്ക് മാത്രം ആ കൊല്ലങ്ങൾക്കുള്ളിൽ കിട്ടുന്നത് സാധ്യത കുറവാണ്. എങ്കിലും കുറച്ച് 1-2 ഡെക്കേഡ്സിന് അപ്പുറമെങ്കിലും തീർച്ചയായും സന്ദീപ് ഇന്റർനാഷണൽ രംഗങ്ങളിൽ ശ്രദ്ധിക്കപ്പെടും. ഈ സിദ്ധി, ഈ കവിത എഴുതാനുള്ള ഇപ്പോഴത്തെ ഈ സിദ്ധി ശാസ്ത്രം പഠിച്ചു എന്നുള്ളത് കൊണ്ട് കുറയാതെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം എനിക്ക് ചിലരെ പരിചയമുണ്ട്. ശാസ്ത്രം എന്റെ ഗവേഷണമൊക്കെ തുടങ്ങിയപ്പോൾ കവിത കുറച്ചായിട്ട് വരണ്ടു പോയാ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് പറയാണ്, ശാസ്ത്ര പഠനത്തിൽ കവിത വരണ്ടു പോകാതിരിക്കട്ടെ, സംഗീതം വരണ്ടു പോകാതെ, തൊണ്ടയിൽ നിന്ന് സംഗീതവും പേനയിൽ നിന്ന് ആ മഷിക്ക് പകരം വെളിച്ചം വരുന്ന പേനയിൽ നിന്ന് ആ വെളിച്ചം വറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ഒരമ്മയെ പോലെ, കുട്ടിയുടെ അമ്മയെ പോലെ ഞാൻ ആശംസിക്കുകയാണ്. വെറുതെ ഇത് ശരിയായാൽ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളവരെല്ലാം അത് ഓർക്കണം. ഇങ്ങനെ ഒരു വ്യക്തിയോടെ പറയുന്നുണ്ടായല്ലോ എന്ന്. ആ ഒരു ഭാഗ്യം നമുക്ക് കേരളത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ടീച്ചറുടെ വാക്കുകൾ പൊന്നാവട്ടെ.